ഇന്ന് ഏതാണ്ട് രാവിലെ 10 മണി മുതൽ തീർത്ഥാടകരുടെ കടന്നുപോക്കിന് പമ്പയിൽ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് തിരുവാഭരണ പേടകങ്ങൾ വലിയാനവട്ടത്ത് നിന്ന് നീലിമലയിലേക്കുള്ള യാത്രാ മധ്യയാണ്. അവിടേക്ക് പ്രവേശിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 5 മണിയോടുകൂടി ശബരിപീഠത്തിന് സമീപത്തേക്ക് തിരുവാഭരണ പേടകങ്ങൾ എത്തും. അവിടെ നിന്ന് മരക്കൂട്ടത്തേക്കും പിന്നീട് ശരംകുത്തിയിലേക്ക് എത്തും. ശരംകുത്തിയിൽ ആണ് ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായ സ്വീകരണമുള്ളത്. പമ്പയിൽ ഹിൽ ടോപ്പ് ഉൾപ്പെടെ മകരവിളക്ക്, മകരജ്യോതി കാണാൻ കഴിയുന്ന എല്ലായിടത്തും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. സന്നിധാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം പൃഥ്വിപാൽ കൂടി തുടരുന്നുണ്ട് നമ്മോടൊപ്പം. പൃഥ്വിപാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രതിഷ്ഠയോളം തന്നെ പ്രാധാന്യമുള്ള 18-ാം പടി, അത് ഒരു പക്ഷെങ്കിൽ ശബരിമലയുടെ മാത്രം പ്രത്യേകതയാകാം. വിഗ്രഹത്തിന് സമാനമായ രീതിയിൽ പൂജ ചെയ്യുന്ന പടിപൂജ നടക്കുന്ന ഒരു ക്ഷേത്രം. 18-ാം പടി ചവിട്ടണമെങ്കിൽ തന്നെ നമുക്ക് മറ്റ് ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ പടിക്കെട്ട് കയറി നമുക്ക് ഏതൊരാൾക്കും ക്ഷേത്രത്തിലേക്ക് കയറാം. എന്നാൽ ഇവിടെ ഇരുമുടിക്കെട്ടെടുത്ത് വ്രതധാരിയായ ഒരാൾക്ക് മാത്രമേ 18-ാം പടി ചവിട്ടാൻ സാധിക്കുകയുള്ളൂ. പടിയെ പൂജിക്കുക, പടിയെ പ്രതിഷ്ഠയ്ക്ക് തുല്യമായി കാണുന്ന അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ സന്നിധാനത്തെ 18-ാം പടിക്കുണ്ട്. തീർച്ചയായും പടികളെ പൂജിക്കുന്നത് ലോകത്തെ മറ്റൊരിടത്തും പടികൾക്ക് ഒരു ഈശ്വര സങ്കല്പമില്ല, പടികൾക്ക് പൂജയില്ല. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പടികളെ തന്നെ ദൈവിക സങ്കല്പത്തിൽ പൂജിക്കുന്നത് അത് ഒരു വലിയ പ്രത്യേകതയാണ്. ആ പ്രത്യേകത വെച്ച് നോക്കിയാൽ പഞ്ചേന്ദ്രിയങ്ങളെയും അഷ്ടരാഗങ്ങളെയും 3 ഗുണങ്ങളെയും വിദ്യയെയും അവിദ്യയെയും തള്ളി ഇതെല്ലാം കടന്നു വേണം 18 തത്വസോപാനങ്ങളുടെ അർത്ഥം തന്നെ ആ തരത്തിലുള്ള ആ തലങ്ങളാണ്. ഈ 18 തത്വസോപാനങ്ങളെയും ദേവതാ സങ്കല്പത്തിലാണ്, 18 മലകളുടെ സങ്കല്പത്തിലാണ് അവിടെ പൂജ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്രതശുദ്ധിയുടെ ഏറ്റവും പ്രത്യേകത ശബരിമലയ്ക്കുള്ളത്. ശബരിമല ദർശനത്തിനേക്കാൾ പ്രാധാന്യം ശബരിമലയുടെ 18 തത്വസോപാനങ്ങളെ കടക്കുവാനായാണ് ഇരുമുടിക്കെട്ട് വേണ്ടത്. ആ തത്വസോപാനങ്ങളെ കടക്കുവാനാണ് വളരെ നിഷ്കർഷയോടുകൂടിയുള്ള മണ്ഡലകാലത്തെ 41 ദിവസത്തെ വ്രതശുദ്ധി ആവശ്യമായിട്ടുള്ളത്. ദേവതാ സങ്കല്പത്തെ പൂജിച്ചിരിക്കുന്ന പ്രതിഷ്ഠാപീഠങ്ങളെ നാം എങ്ങനെ കരം കൊണ്ട് സ്പർശിക്കുവാൻ നമുക്ക് എത്ര തന്നെ ശുദ്ധി വേണം. അതിനെ പൂജ ചെയ്യുവാൻ അല്ലെ അത് തൊഴുവാൻ നമ്മൾ എത്ര തന്നെ ശുദ്ധിയോടെ കൂടി ആയിരിക്കണം. അപ്പോൾ അതിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ ഉള്ള ഒരു തരത്തിലേക്ക് എത്തുവാൻ നാം എത്ര കണ്ട് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തണം, മനസ്സിനെ ശുദ്ധ ചെയ്യണം. നമ്മുടെ വ്രതപുണ്യം കൊണ്ട് നാം ആ തത്വസോപാനങ്ങളിലെ പ്രതിഷ്ഠാപീഠങ്ങളെ തന്നെ കടന്നു പോകുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുവാൻ, ശരീരത്തെ പ്രാപ്തമാക്കുവാനാണ് ഈ മണ്ഡലകാലത്തെ കഠിനവ്രതം. ആ ബ്രഹ്മചര്യത്തിലൂടെ നമ്മുടെ പുലർകാലത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റുള്ള സ്നാനത്തിലൂടെ, യോഗവിദ്യയിലൂടെ, ജപങ്ങളിലൂടെ പ്രാപ്തമാകുന്നത് ദേവതാ ദർശനത്തിലൂടെ, ഭജനയിലൂടെ, അങ്ങനെ നമ്മുടെ മനസ്സിനെ പരിവർത്തനം ചെയ്ത് ശരീരത്തെ ശുദ്ധി ചെയ്ത് നമ്മുടെ ജീവിതത്തെ തന്നെ പരിവർത്തനം ചെയ്തിട്ട് വേണം നാം ഈ തത്വസോപാനങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കുവാനുള്ള ആ ശേഷി കൈവരിക്കുക. അഷ്ടരാഗങ്ങളെയും നമ്മുടെ അധീനത്തിലാക്കുക, ത്രിഗുണങ്ങളെയും നമ്മുടെ വരുതിയിലാക്കുക, വിദ്യയും അവിദ്യയെയും നമ്മുടെ ചൊൽപ്പടിയിലാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തിയെടുക്കുവാൻ എത്ര കണ്ട് പരിവർത്തനം ആവശ്യമാണ്. അത്ര കണ്ട് ശ്രേഷ്ഠമായ ഒരു വ്രതകാലമാണ് ഈ 41 ദിവസം കൊണ്ട് നാം പ്രാപ്തമാക്കി, നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കിയെടുക്കുന്നത്. അതിന് നവാക്ഷരി മന്ത്രദീക്ഷയാണ് നാം സ്വീകരിക്കുന്നത്. നാം മാലയിടുന്നു, ആ മുദ്ര ധരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മുദ്ര ധരിക്കുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാന കർമ്മം ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഗുരുവാണ് നമുക്ക് ഈ തലത്തിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകേണ്ടത്, ഈ ദർശനത്തിനെ നമുക്ക് കാട്ടിത്തരേണ്ടത്. അജ്ഞാന തിമിരമാകുന്ന കണ്ണുകളിൽ ജ്ഞാനത്തിൻ്റെ അഞ്ജനമെഴുതി കണ്ണു തുറപ്പിക്കുന്ന ആ ഗുരു ആകണം നമുക്ക് ഈ വ്രതശുദ്ധിയായിട്ട് നവാക്ഷരി മന്ത്രദീക്ഷ നമുക്ക് പകർന്നു തരുവാൻ. ആ നവാക്ഷരി മന്ത്രദീക്ഷ സ്വീകരിക്കുവാനാണ് നാം മുദ്ര ധരിച്ച് ഗുരുവിൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് ഗുരുവിന് ദക്ഷിണ നൽകി നവാക്ഷരി മന്ത്രദീക്ഷ സ്വീകരിക്കുന്നതോടുകൂടിയാണ് ശബരിമല യാത്രയുടെ ആദ്യ ഘട്ടം തന്നെ ഗുരുവിനെ സ്വീകരിക്കുകയാണ്, ഗുരുവിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഏതു യോഗികളും
അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലേക്ക് ഉയരുന്നവരും തൻ്റെ യോഗ്യനായ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഗുരുവാണ് ശിഷ്യനിലെ ആത്മതത്വത്തെ അല്ലെങ്കിൽ ശിഷ്യനിലെ യോഗ്യതകളെ പുറത്തു കൊണ്ടുവരുന്നത്, അവൻ്റെ കഴിവുകളെ ഉത്തേജിപ്പിക്കുന്നത്, അവൻ്റെ കഴിവുകളെ കണ്ടെത്തുന്നത് ഗുരുവിൻ്റെ കഴിവാണ്. ആ ഗുരു അത്തരത്തിൽ യോഗ്യനായ ഗുരുവിനെ കണ്ടെത്തി വേണം ഇത്തരത്തിലുള്ള തലത്തിലേക്ക് എത്തുവാൻ നാം പ്രാപ്തമാകാൻ. ആദ്യപടി ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഗുരുവാണ് നമുക്ക് നവാക്ഷരി മന്ത്രദീക്ഷ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന ആ നവാക്ഷരി മന്ത്രദീക്ഷ ഉപദേശിച്ചു തന്ന് ആ മന്ത്രത്തെ നാം അക്ഷരലക്ഷം ജപിച്ച് നമുക്ക് മന്ത്രസിദ്ധി വരുത്തുന്ന ആ കടമ്പ കൂടി ഈ 41 ദിവസത്തിൽ കടക്കാനുണ്ട്. അത്തരത്തിൽ നമ്മുടെ മനസ്സിനെ മന്ത്രങ്ങൾ കൊണ്ട് ആ ദീക്ഷ വരിച്ച ശേഷമാണ് നമ്മൾ ഈ യോഗ്യമായ 18 പടികളെ കടക്കുവാൻ നമ്മൾ യോഗ്യരാകുന്നത് എന്ന് വേണം പറയാൻ. അത്രത്തോളം മഹിമയും പ്രാധാന്യവും ഒക്കെയുണ്ട് ശബരിമലയുടെ 18ാം പടിക്ക്. നേരത്തെ പ്രതിപാൽ സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്ത് മറ്റൊരിടത്തും 18ാം പടി അല്ലെങ്കിൽ പടിക്കെട്ടുകളെ ദേവന് തുല്യമായി അത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്ന മറ്റൊരു ഇടമുണ്ടാവില്ല. അങ്ങനെ എല്ലാ രീതിയിലും ശബരിമലയെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ചടങ്ങുകളും ഒക്കെ തന്നെയാണ്. നമുക്ക് വളരെ വേഗം ഒന്ന് ശരംകുത്തിയിലേക്ക് പോകാം. ശരംകുത്തിയിൽ മനോജ് തയ്യാറാണ്. തിരുവാഭരണപേടകത്തെ ഔദ്യോഗികമായി ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത് ശരംകുത്തിയിൽ നിന്നാണ്. മാത്രമല്ല ശരംകുത്തിക്ക് ഏറെ പ്രാധാന്യമുണ്ട് ശബരിമലയെ സംബന്ധിച്ച്. ശരംകുത്തി ഒരു തീർത്ഥാടകൻ കടന്നു വരുമ്പോൾ ശരംകുത്തിയിൽ ശരം ഉപേക്ഷിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നതൊക്കെ അത് കേവലം ചടങ്ങുകളുടെ ഭാഗം മാത്രമല്ല, നേരത്തെ പ്രതിപാൽ സൂചിപ്പിച്ച പോലെ തന്നെ മനുഷ്യത്വത്തിൽ നിന്ന് ദൈവത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൻ്റെ വലിയൊരു തത്വമാണ് ശരംകുത്തി നൽകുന്നത്. 41 ദിവസത്തെ അല്ലെങ്കിൽ 41 ദിവസം മുതൽ മുന്നോട്ട് പോകുന്ന വ്രതകാലം കൊണ്ട് മനുഷ്യൻ നേടിയെടുക്കുന്ന പുണ്യമാണ്. ആ പുണ്യം കൊണ്ട് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ തന്നിലുള്ള ആസുരിക ഭാവത്തെ എല്ലാം ശരഭാവത്തിൽ അവിടെ ശരംകുത്തിയിൽ ഉപേക്ഷിച്ച് ദൈവത്വത്തിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ശരംകുത്തിയുടെ സങ്കല്പം. അങ്ങനെ ശരക്കോൽ രൂപത്തിൽ തൻ്റെ ആസുരിക ഭാവങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് സന്നിധാനത്തേക്ക് എത്തി പുണ്യം നിറഞ്ഞ 18ാം പടി ചവിട്ടി മുകളിലേക്ക് ഉയരുമ്പോഴാണ് തത്വമസി എന്ന സങ്കല്പത്തിലേക്ക് ആ ഭക്തൻ ഉയരുന്നത്. അത്രത്തോളം പ്രാധാന്യമുണ്ട് ശരംകുത്തിക്ക്. മാത്രമല്ല ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളുമായി ബന്ധപ്പെട്ടും ശരംകുത്തിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അവസാന ദിവസത്തെ ഭഗവാന്റെ നായാട്ടുവിളിയോടുകൂടിയാണ് ശബരിമല സന്നിധാനത്തെ വിളക്കുത്സവം സമാപിക്കുന്നത്. അതിനും ഏറെ പ്രാധാന്യമുണ്ട് ശരംകുത്തിക്ക്. അങ്ങനെ ശരംകുത്തിയിൽ നിന്ന് മനോജ് തയ്യാറാണ്. ശരംകുത്തിയിലേക്ക് പോകാം. അതിന് മുൻപൊന്ന് സന്നിധാനത്തേക്ക് വളരെ വേഗം പോകേണ്ടിയിരിക്കുന്നു. അരുൺ കൊടുങ്ങൂർ തയ്യാറാണ് സന്നിധാനത്ത് നിന്ന്, സന്നിധാനത്തെ 18ാം പടിക്ക് താഴെ നിന്ന്. അരുൺ, കേൾക്കാമെങ്കിൽ ഏറെക്കുറെ സന്നിധാനം ഭക്തരെയൊക്കെ മാറ്റി നിർത്തി ഏറെക്കുറെ ശൂന്യമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു, വളരെ ശാന്തമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ആ ശാന്തത അല്പസമയത്തിനകം മലയിടിച്ചു വരുന്ന ശരണവിളികൾക്ക് മുൻപുള്ളൊരു ശാന്തത മാത്രമാണ്. ക്രമീകരണങ്ങളൊക്കെ വലിയ നടപ്പന്തലിലും ഒപ്പം ആഴിക്ക് സമീപമൊക്കെ ആ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ അരുൺ? തീർച്ചയായും എത്ര മനോഹരമായൊരു ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ആ 18ാം പടി, അങ്ങനെ ആ 18ാം പടി കഴുകി വൃത്തിയാക്കി ആ പരിശുദ്ധിയോടെ ഭഗവാന്റെ തിരുവാഭരണം വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ അവരെ ഓരോരുത്തരെയും കൊണ്ടും ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചേർന്ന് പൂർവാധികം ഭംഗിയാക്കി ഏറ്റവും മനോഹരമാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവിധ തയ്യാറെടുപ്പുകളും എല്ലാവരിലും ഒരു സമർപ്പണമുണ്ട്, ഒരു ആത്മസമർപ്പണമാണ് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അത് ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജോലി എത്രയും ഭംഗിയോടെ എത്രയും ഭംഗിയായി ഏറ്റവും മനോഹരമായി തന്നെ അവരുടെ തൃപ്തിക്ക് അനുസരിച്ച് സംതൃപ്തിക്കനുസരിച്ച് ജോലി ചെയ്യുന്ന ഒരിടം തന്നെയാണ് ഈ സന്നിധാനം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്രയും നേരം നമ്മൾ കണ്ടതാണ് അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹമായിരുന്നു സന്നിധാനത്തേക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു തിരക്ക് മാറി പൂർണ്ണമായും ആ തിരുവാഭരണത്തിന് സന്നിധാനം ഒന്നാകെ വഴിയൊരുക്കുകയാണ്. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ആ തത്വമസി പൊരുളായ ആ ഭഗവാനിലേക്ക് എത്താനുള്ള ആ ഒരു സമയത്തിലേക്ക് തിരുവാഭരണം എത്താനുള്ള ആ ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് വീണ്ടും ശുചീകരിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാ ഇടങ്ങളും ശരണമന്ത്രം മുഖരിതമാകുന്ന എല്ലാ ഇടങ്ങളും ഭഗവാന്റെ ആ തിരുവാഭരണ ഘോഷയാത്ര വരുന്നതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പരമമായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും
ഹൃദ്യമായ ഏറ്റവും പ്രൗഢമായ ആ ഒരു നിമിഷത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ്. കാരണം ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരുപാട് ആചാര സവിശേഷതകളുള്ള ആ ഒരു സന്നിധിയിലേക്ക് പോകുവാനുള്ള ഒരു വലിയ ഒരു അവസരം ആ ഒരു സമയത്തിലേക്കുള്ള ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണിക്കൂറിലേക്ക് കടന്നു പോവുകയാണ്. നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ മനുഷ്യ ആയുസ്സിൽ ഒരു തവണയെങ്കിലും ഈ ഒരു മുഹൂർത്തത്തിൽ ധർമ്മശാസ്താവിൽ നിന്നും വീരമണ്ഡികണ്ഠനായി മാറുന്ന, പന്തള രാജകുമാരനായി മാറുന്ന, തിരുവാഭരണ വിഭൂഷിതനായി മാറുന്ന ആ അയ്യപ്പനെ കാണുവാനുള്ള ആ ഒരു അവസരം അതുതന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരുന്ന വഴികളിലൊക്കെ തന്നെ ദൈവ സാന്നിധ്യമായി കൃഷ്ണപ്പരുന്തും അതോടൊപ്പം തന്നെ കാടും മേടുമെല്ലാം തന്നെ ശരണമന്ത്രം മുഖരിതമാക്കിക്കൊണ്ട് അത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്തേക്ക്, വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ആ ഒരു അനുഭൂതി അത് ഇവിടെ നിന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് തന്നെയാണ് എല്ലായിടങ്ങളും ഉള്ളത്. നേരത്തെ എല്ലാം സൂചിപ്പിച്ച പോലെ പർണശാലകൾ കെട്ടി ആളുകളുടെ ഒരു കാത്തിരിപ്പുണ്ട്, ഭക്തരുടെ ഒരു കാത്തിരിപ്പുണ്ട്. അത് മലയാളികൾ മാത്രമല്ല, ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി കല്ലും മുള്ളും ഒക്കെ ചവിട്ടി ഈ ഒരു സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ലാതെ ആ ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിയായി മഞ്ഞും മഴയും വെയിലും ഒക്കെ ഏറ്റുകൊണ്ട് അവരെല്ലാം തന്നെ കാത്തിരിക്കുന്നത് ഈ ഒരു നിമിഷത്തേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു നിമിഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഭക്തജന സഹസ്രങ്ങളുള്ളത്, ഭക്തജന ലക്ഷങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ മകരവിളക്ക് കാണാവുന്ന എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ശരണമയ്യപ്പ 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 എന്നുള്ള ഒരേ മന്ത്രങ്ങൾ മാത്രം, എവിടെ തിരിഞ്ഞാലും ആ ഒരു മന്ത്രങ്ങൾ മാത്രം മുഖരിതമാകുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാ ഇടങ്ങളും അങ്ങനെ. അരുൺ സൂചിപ്പിച്ച പോലെ സന്നിധാനത്തിൻ്റെ എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങൾ മാത്രമാണ് ഉള്ളത്. പൃഥ്വിപാൽ നേരത്തെ ശരംകുത്തിയെ പറ്റിയാണ് പറഞ്ഞത്. മനോജ് ശരംകുത്തിയിലുണ്ടായിരുന്നു. ശരംകുത്തി ശബരിമലയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ വലിയ പ്രാധാന്യം അർഹിക്കുന്നൊരിടമാണ് ശരംകുത്തി. ശബരിമലയിലെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന വിളക്കുത്സവത്തിൻ്റെ സമാപനം കുറിച്ച് പള്ളിവേട്ട നടക്കുന്നത്, നായാട്ടുവിൽ നടക്കുന്നത് ശരംകുത്തിയിലാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ശബരിമല തീർത്ഥാടനം നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ നിർണായകമായ ഒരു ഭാഗമാണ്, നിർണായകമായ ഒരു ഏടാണ് ശരംകുത്തി. മനുഷ്യൻ്റെ ആസുരിക സ്വഭാവങ്ങളെ മുഴുവൻ ശരക്കോലിൽ അവിടെ തറച്ച ശേഷമാണ് മനുഷ്യൻ, തീർത്ഥാടകൻ, അത് തത്വമസി എന്ന പൊരുളിലേക്ക് 18-ാം പടി ചവിട്ടി ഉയർന്നു വരുന്നത്. അങ്ങനെ വലിയൊരു സന്ദേശം നൽകുന്ന, അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനത്തിൽ ഏറെ സുപ്രധാനമായ ഒരിടമാണ് ശരംകുത്തിക്കുള്ളത്. പലപ്പോഴും ശരംകുത്തി തെറ്റിദ്ധരിക്കപ്പെട്ട കഥകളിലൂടെ മാത്രം കേട്ടുപരിചിതമാണ് പല തീർത്ഥാടകർ. ഇപ്പോൾ വലിയൊരു അളവിൽ അതിൻ്റെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ശരംകുത്തി അതിനർഹിക്കുന്ന പ്രാധാന്യം പലപ്പോഴും ഭക്തർക്ക് അതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പൃഥ്വിപാൽ, ശരംകുത്തിയുടെ പ്രാധാന്യം 6ാമത്തെ ശബരിമലയിലെ യാത്രയിൽ കോട്ടയാറും കടന്നാണ് സന്നിധാനത്തേക്ക് എത്തുക എന്ന് നമ്മൾ പാട്ടുകളിൽ കേട്ടിട്ടുണ്ട്. ആ കോട്ടയാറും കടന്നെത്തുന്ന ആ സന്നിധാനത്തിലെ 6ാമത്തെ കോട്ടയാണ് ഈ ശരംകുത്തി എന്ന് പറയുന്ന കോട്ട. ആ ശരംകുത്തിയിലെ കോട്ടയിലാണ് നാം ശരം ഉപേക്ഷിക്കുന്നത്. ശബരിമലയിലെ എത്തുന്ന കന്നി അയ്യപ്പന്മാർ ശരക്കോലുമേന്തിയാണ് വരേണ്ടത് എന്നാണ് സങ്കല്പം, ആചാരം. ആ ശരക്കോലേന്തി എത്തുന്ന കന്നി അയ്യപ്പന്മാർ അവരുടെ ശരക്കോല് ഈ ശരംകുത്തിയാലിൽ ഉപേക്ഷിച്ചിട്ടാണ് അവർ സന്നിധാനത്തേക്ക് യാത്രയാകുന്നത്. അവിടെ ശരണം വിളിച്ച് ശരം പ്രതീകവൽക്കരിക്കുന്നത് യുദ്ധവാസനകളെയും അധർമ്മ ചിന്തകളെയുമാണ്. അധർമ്മ ചിന്തകളെയും യുദ്ധവാസനകളെയും ഉപേക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ സങ്കല്പമാണ് ശരംകുത്തിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ ശരവും നമ്മൾ പ്രതീകവൽക്കരിക്കുന്നത്. അങ്ങനെ ശരക്കോലുകളുടെ എണ്ണം ഓരോ വർഷവും പെരുകിക്കൊണ്ടിരിക്കുന്നത്. എന്ന് ശരക്കോലുകൾ ഇല്ലാതെ വരുന്ന കാലത്ത് ലോകത്ത് മംഗളം ഭവിക്കും എന്ന് ഭഗവാൻ അരുളി ചെയ്ത അതാണ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കഥയിലേക്ക് നമ്മളെ വഴിതിരിച്ചു വിട്ടത്. ലോകമംഗളം എന്നാണോ ഭവിക്കുന്നത്, ലോകത്ത് മംഗളം കൊണ്ടുവരുന്നത്, കല്യാണം വരുന്നത് എന്നത് സംസ്കൃതത്തിൽ ആ കല്യാണം എന്നതിന് ശ്രേഷ്ഠം, മംഗളം, ശുഭം എന്നൊക്കെ അർത്ഥം കൂടിയുണ്ട്. ആ കല്യാണത്തെ വിവാഹമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് പല കഥകളിലും അയ്യപ്പൻ്റെ വിവാഹത്തെപ്പറ്റി വളരെ ചിത്രകഥകൾ വായിച്ച് അനുഭവത്തിലൂടെ നമ്മുടെ ഭക്തർ തന്നെ അതിനെ തെറ്റിദ്ധാരണയിലൂടെ കൊണ്ടുപോകുന്നത്. 6ാമത്തെ കോട്ടയിൽ നാം അഹിംസാവാദിയായിട്ടാണ്
ഈ നമ്മുടെ ശരക്കോൽ ഉപേക്ഷിച്ച് യുദ്ധവാസനകളെയും അധർമ്മ ചിന്തകളെയും അധമ വികാരങ്ങളെയും ഒക്കെ അവിടെ ഉപേക്ഷിക്കുകയാണ്. 6ാമത്തെ കോട്ടയിൽ ഉപേക്ഷിച്ചിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. സാത്വിക ഭാവത്തോടുകൂടി അഹിംസാവാദിയായി നമ്മൾ 18ാം പടി കടന്ന് മുന്നോട്ട് പോകുവാൻ എത്തുന്ന 6ാമത്തെ കോട്ടയാണ്, 7ാമത്തെ കോട്ടയാണ് 18ാം പടി എന്നത്. നമ്മുടെ യോഗവിദ്യയിൽ ആ പടിയാറും കടന്ന് എന്ന് പറയുമ്പോൾ മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം അങ്ങനെ വന്ന് മണിപൂരകം അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ആജ്ഞാചക്രത്തിൽ ഇരിക്കുന്ന ആ സ്ഥലമാണ്, ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനമാണ് നമ്മുടെ ശരം കുത്തിക്കുള്ളത്. അവിടെ നിന്നും ശരമുപേക്ഷിച്ചിട്ട് അഹിംസാവാദിയായിട്ട് സാത്വികനായിട്ട് നിർമ്മല ചിത്തനായിട്ട് പോകുക എന്നുള്ളതാണ് ശരമുപേക്ഷിക്കുന്നതിൻ്റെ, ശരം കുത്തിയിൽ ശരമുപേക്ഷിക്കുന്നതിൻ്റെ തത്വം.